പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ആണ് നമ്മൾ മെയിൻലി ഇന്ന് നോക്കുന്നത്. മറ്റ് ടെൻസസും ഇടയിൽ കാണും. ഞാൻ മലയാളത്തിൽ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, അതേ മീനിങ് ലഭിക്കുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. ഞാൻ വൈകിയാണ് വീട്ടിൽ എത്തിയത്. വീട്ടിൽ എത്തുക എന്ന് പറയാൻ നമുക്ക് 3 വേർബ്സ് മെയിൻലി യൂസ് ചെയ്യാം. അറൈവ് എന്ന് പറയാം, ഗെറ്റ് എന്ന് പറയാം, റീച്ച് എന്ന് പറയാം. അറൈവ് എന്ന വെർബിന്റെ കൂടെ സാധാരണഗതിയിൽ നമ്മൾ അറ്റ് അല്ലെങ്കിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. ഞാൻ എയർപോർട്ടിൽ എത്തി എന്നാണ് പറയേണ്ടതെങ്കിൽ ഐ അറൈവ്ഡ് അറ്റ് ദ എയർപോർട്ട് എന്ന് പറയും. ഗെറ്റ് എന്ന വെർബിന് ശേഷം നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. റീച്ച് എന്ന വെർബിന് ശേഷം നമ്മൾ ഒരു പ്രിപ്പോസിഷനും ഉപയോഗിക്കാറില്ല. ഹോം എന്ന നൗണിന് മുന്നിൽ ഈ 3 വേർബ്സും ഒരു പ്രിപ്പോസിഷനും എടുക്കാറില്ല. അതായത് ഞാൻ വീട്ടിൽ എത്തി എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? ഇന്ന് നമ്മളിവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. കാരണം പൂർണ്ണമായും കഴിഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. നമ്മുടെ പ്രസന്റുമായി ഇതിന് കണക്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രസന്റുമായി കണക്റ്റഡ് ആയ പാസ്റ്റ് ഇവന്റ്സിനെ കുറിച്ച് പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഞാൻ വീട്ടിലെത്തി, ഐ അറൈവ്ഡ് ഹോം എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഗോട്ട് ഹോം എന്ന് പറയാം, അതും അല്ലെങ്കിൽ ഐ റീച്ച്ഡ് ഹോം എന്ന് പറയാം. ഇതിലൊന്നും പ്രിപ്പോസിഷൻ ഇല്ലാന്ന് ശ്രദ്ധിക്കുക. ഐ അറൈവ്ഡ് അറ്റ് ഹോം എന്നല്ല പറയുന്നത്, ഐ അറൈവ്ഡ് ഹോം എന്നാണ്. അപ്പൊ ഞാൻ വീട്ടിൽ എത്തി എന്ന് പറയുമ്പോൾ ഐ ഗോട്ട് ഹോം അല്ലെങ്കിൽ ഐ അറൈവ്ഡ് ഹോം. വൈകിയാണ് എത്തിയത്, അതെങ്ങനെയാ പറയുന്നത്? വൈകിയാണ് എന്ന് പറയുന്നത് നമ്മൾ ലേറ്റ് എന്ന ഒരു അഡ്വർബ് കൂടി അവിടെ ആഡ് ചെയ്യും. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി വൈകിയാണ് എത്തിയത് എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ നമ്മളത് ഇങ്ങനെയാണ് പറയുന്നത്, ഐ ഗോട്ട് ഹോം ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. ഞാൻ ഇന്നലെ രാത്രി വൈകിയാണ് വീട്ടിൽ എത്തിയത്. ഇനി നമുക്ക് നേരത്തെയാണ് എത്തിയത് എന്നാണ് പറയേണ്ടതെങ്കിലോ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ലേറ്റിന് പകരം ഏർലി എന്ന് പറയും. ഐ ഗോട്ട് ഹോം ഏർലി ലാസ്റ്റ് നൈറ്റ്. ഞാൻ ഇന്നലെ രാത്രി നേരത്തെ വീട്ടിലെത്തി. ഞാൻ ഓഫീസിലേക്ക് വൈകിയിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിലോ, അപ്പോൾ അതിങ്ങനെയാണ് പറയുന്നത്, ഐ വാസ് ലേറ്റ് ഫോർ വർക്ക്. ഞാൻ ഓഫീസിലേക്ക് എത്താൻ വൈകി, ഞാൻ ജോലിക്ക് എത്താൻ വൈകി എന്നർത്ഥം. ക്ഷീണിതയായിരുന്നതിനാൽ ഞാൻ നേരെ ഉറങ്ങാൻ പോയി. ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ക്ഷീണിതയായിരുന്നു എന്നത്, അത് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഐ വാസ് ടയേർഡ്. ഐ വാസ് ടയേർഡ് എന്ന് പറയുമ്പോൾ ഞാൻ ക്ഷീണിതയായിരുന്നു. ഇവിടെ വാസ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു പ്ലൂറൽ നൗണോ പ്രൊനൗണോ ആയിരുന്നു സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുക വേർ ആയിരുന്നു. ദേ വേർ ടയേർഡ്, ഐ വാസ് ടയേർഡ്. ഞാൻ നേരെ ഉറങ്ങാൻ പോയി. നേരെ ഉറങ്ങാൻ പോയി എന്ന് പറഞ്ഞാൽ വീട്ടിലെത്തിയതും വേറെ ഒരു കാര്യങ്ങളും ചെയ്യാതെ ഡയറക്റ്റ് ബെഡിലേക്ക് പോയി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ആ മീനിങ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു അഡ്വർബ് ആഡ് ചെയ്യണം. ഉറങ്ങാൻ പോയി എന്നെങ്ങനെയാണ് പറയുന്നത്? ഉറങ്ങാൻ പോവുക എന്നതിന് ഗോ ടു ബെഡ് എന്ന് പറയും. ഉറങ്ങാൻ പോയി എന്ന് പറയുമ്പോൾ വെന്റ് ടു ബെഡ്. ഗോ എന്ന വെർബിന്റെ V2 ആണ് വെന്റ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഐ വെന്റ് ടു ബെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോയി. ഞാൻ നേരെ ഉറങ്ങാൻ പോയി, അതെങ്ങനെയാ പറയുന്നത്? ഐ വെന്റ് സ്ട്രെയിറ്റ് ടു ബെഡ്. ഞാൻ നേരെ ഉറങ്ങാൻ പോയി. ഇവിടെ ആ സ്ട്രെയിറ്റ് എന്ന അഡ്വർബ് നേരെ ഡയറക്റ്റായി അങ്ങോട്ട് പോയി എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 2 ക്ലോസസിനെ കണക്ട് ചെയ്യണം. ക്ഷീണിതയായിരുന്നതിനാൽ എന്നാണ് പറയേണ്ടത്. ആയതിനാൽ എന്ന മീനിങ് വരുന്ന ഒരു കൺജങ്ഷൻ നമുക്ക് അവിടെ ഉപയോഗിക്കാം. നമുക്കിവിടെ ആസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബിക്കോസ് ഉപയോഗിക്കാം. രണ്ടും കാരണം സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പം നമുക്കിതിനെ ഇങ്ങനെ പറയാം. ഞാൻ ക്ഷീണിതയായിരുന്നതിനാൽ എന്നതിന് ആസ് ഐ വാസ് ടയേർഡ് അങ്ങനെ പറയാം. ഐ വെന്റ് സ്ട്രെയിറ്റ് ടു ബെഡ്. ആസ് ഐ വാസ് ടയേർഡ് ഐ വെന്റ് സ്ട്രെയിറ്റ് ടു ബെഡ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബിക്കോസ് ഐ വാസ് ടയേർഡ് ഐ വെന്റ് സ്ട്രെയിറ്റ് ടു ബെഡ്. ഈ ബിക്കോസ് ക്ലോസ് പൊതുവേ സെന്റൻസിൽ അവസാനമാണ് വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മൾ ബിക്കോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാനാണ് സാധ്യത. ഐ വെന്റ് സ്ട്രെയിറ്റ് ടു ബെഡ് ബിക്കോസ് ഐ വാസ് ടയേർഡ്. ഞാൻ ക്ഷീണിതയായിരുന്നതിനാൽ ഞാൻ വേഗം ഉറങ്ങാൻ പോയി, നേരെ ഉറങ്ങാൻ പോയി എന്നർത്ഥം. എത്ര മണിക്കാണ് നീ വീട്ടിൽ എത്തിയത്? വീട്ടിൽ എത്തുക എന്നെങ്ങനെ പറയും? അറൈവ് ഹോം. വീട്ടിൽ എത്തി എന്നതിന് അറൈവ്ഡ് ഹോം. നീ വീട്ടിൽ എത്തി, യു അറൈവ്ഡ് ഹോം. എത്ര മണിക്കാണ് നീ വീട്ടിൽ എത്തിയത് എന്നാണ് ചോദിക്കുന്നത്. അതായത് നമുക്കിവിടെ വേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ യു ഗോട്ട് ഹോം അല്ലെങ്കിൽ യു അറൈവ്ഡ് ഹോം എന്നതിന്റെ ക്വസ്റ്റ്യൻ ഫോം എന്താണ്? ഡിഡ് യു ഗെറ്റ് ഹോം അല്ലെങ്കിൽ ഡിഡ് യു അറൈവ് ഹോം. നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡിഡ് ഉപയോഗിക്കും. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഡൂവും ഡസും ആണ് ഉപയോഗിക്കുക. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ ഡിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യു ഗോട്ട് ഹോം എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ഡിഡ് യു ഗെറ്റ് ഹോം ആണ്. അല്ല യു അറൈവ്ഡ് ഹോം ആണെങ്കിൽ ഡിഡ് യു അറൈവ് ഹോം ആണ്. ആ ഡിഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഗെറ്റ് ആണ്, ഗോട്ട് അല്ലാതെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക, ഡിഡ് യു ഗെറ്റ് ഹോം? നീ വീട്ടിൽ എത്തിയോ? ഇനി നമുക്ക് ചോദിക്കേണ്ടത് എത്ര മണിക്ക് എത്തി എന്നാണ്. എത്ര മണി എന്ന് ചോദിക്കാൻ നമുക്ക് വാട്ട് ടൈം എന്ന് പറയാം.
അപ്പോൾ ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യൻസ് എല്ലാം ആ WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് എഴുതുന്നത്. വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് ഹോം? എത്ര മണിക്കാണ് നീ വീട്ടിൽ എത്തിയത്? വെൻ ഡിഡ് യു ഗെറ്റ് ഹോം എന്ന് നമുക്ക് ചോദിക്കാം. അതിനർത്ഥം എപ്പോഴാണ് എത്തിയത് എന്നാണ്. ഇവിടെ നമ്മൾ എത്ര മണിക്കാണ് എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് വാട്ട് ടൈം ഉപയോഗിച്ചത്. വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് ഹോം? അവർ എപ്പോഴാണ് എത്തിയത്? അവർ എത്തി. അതെങ്ങനെയാ പറയുന്നത്? ദേ അറൈവ്ഡ്. നമുക്കിവിടെ വേണ്ടത് ക്വസ്റ്റ്യൻ ആണ്. അവർ എപ്പോഴാണ് എത്തിയത് എന്നാണ് ചോദിക്കുന്നത്. എപ്പോൾ എന്ന് പറയുമ്പോൾ വെൻ. ദേ അറൈവ്ഡ് എന്നതിന്റെ ക്വസ്റ്റ്യൻ ഫോം എന്താണ്? ഡിഡ് ദേ അറൈവ്. ദേ അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ അവർ എത്തി എന്നർത്ഥം. ഡിഡ് ദേ അറൈവ് എന്ന് ചോദിച്ചാൽ അവർ എത്തിയോ എന്നർത്ഥം. ഇനി നമുക്ക് വെൻ എന്നുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടി. വെൻ ഡിഡ് ദേ അറൈവ്? അവർ എപ്പോഴാണ് എത്തിയത്? എൻ്റെ കീ പോയി. എനിക്ക് കീ കാണാനില്ല എന്നർത്ഥം. എൻ്റെ കയ്യിൽ നിന്ന് കീ നഷ്ടമായിരിക്കുന്നു. അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇവിടെയും തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. കാരണം പോയി എന്നാണ് പറയുന്നത്. പോയിട്ടുണ്ട് എന്നോ പോയിരിക്കുന്നു എന്നോ ഒന്നുമല്ല പറയുന്നത്. എൻ്റെ കീ പോയി എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക. നഷ്ടപ്പെടുന്നതിന് ലോസ് എന്ന വെർബ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കീ പോയി എന്ന് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. ഐ ലോസ്റ്റ് മൈ കീ. എനിക്ക് വീട്ടിൽ കയറാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇത് പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്. ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ക്യാൻ എന്ന വെർബാണ്. അതൊരു മോഡൽ ഓക്സിലറി വെർബാണ്. കഴിഞ്ഞു എന്ന് പറയാൻ നമ്മൾ കുഡ് ഉപയോഗിക്കും. അതായത് ക്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ഉള്ള നമ്മളുടെ എബിലിറ്റിയെ കുറിച്ച് പറയാനാണ്. ഒരു കാര്യം എനിക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യാൻ കഴിയും എന്ന് പറയാനാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പാസ്റ്റ് ആണ് കുഡ്. അതായത് കഴിഞ്ഞു എന്ന് പറയാനാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുക. കഴിഞ്ഞില്ല എന്ന് പറയാൻ നമ്മൾ കുഡ് നോട്ട് ആണ് ഉപയോഗിക്കുക. എനിക്ക് വീട്ടിൽ കയറാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയും? സബ്ജക്റ്റ് ഐ ആണ്. ഐ കഴിഞ്ഞില്ല. കുഡ് നോട്ട്. വീട്ടിൽ കയറുന്നതിന് എങ്ങനെയാണ് പറയുന്നത്? നമ്മളൊരു സ്ഥലത്തേക്കോ ഒരു റൂമിലേക്കോ ഒക്കെ എൻ്റർ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഗെറ്റ് ആണ്. ഐ കുഡ് നോട്ട് ഗെറ്റ്. വീട്ടിനകത്തേക്ക് ഇൻ ടു ദ ഹൗസ്. ഐ കുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ദ ഹൗസ്. എനിക്ക് വീട്ടിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. നമ്മളിവിടെ ഹൗസ് എന്ന് പറയാൻ കാരണം നമ്മളിവിടെ സൂചിപ്പിക്കുന്ന ആ സ്ട്രക്ചറിനെയാണ്. ഹോം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് ആ വാക്കിൽ മെയിൻലി ഉള്ളത്. ഹൗസ് എന്ന് പറയുമ്പോൾ ആ ബിൽഡിംഗ്. അതാണ്. എനിക്ക് ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറാൻ പറ്റിയില്ല എന്നാണ് നമുക്കിവിടെ പറയേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഹൗസ് ഉപയോഗിച്ചത്. ഐ കുഡിൻ ഗെറ്റ് ഇൻ ടു ദ ഹൗസ്. ഇനിയിപ്പോൾ നമുക്ക് പറയേണ്ടത് എൻ്റെ കീ ഇപ്പോൾ എനിക്ക് കാണുന്നില്ല, എനിക്ക് ഇനി വീട്ടിൽ കയറാൻ കഴിയില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് പറയാം. ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. ഇതിപ്പോൾ ഐ ലോസ്റ്റ് മൈ കീ, ഐ കുഡിൻ ഗെറ്റ് ഇൻ ടു ദ ഹൗസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. നേരത്തെ എപ്പോഴും ആണെന്ന് സംഭവിച്ചത്, ഇപ്പോഴുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങളുടെ കീ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക? ഐ ഹാവ് ലോസ്റ്റ് മൈ കീ എന്നാണ് പറയുക. എൻ്റെ കീ എനിക്ക് നഷ്ടമായിരിക്കുന്നു, എനിക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നർത്ഥം. എനിക്ക് ഇനി വീട്ടിലേക്ക് കയറാൻ കഴിയില്ല. അതിങ്ങനെയാണ് പറയുന്നത്. ഐ കനോട്ട് ഗെറ്റ് ഇൻ ടു ദ ഹൗസ്. ഞാൻ 2 പ്രാവശ്യം ബെല്ലടിച്ചു. ബെല്ലടിക്കുക എന്നതിന് റിംഗ് ദ ബെൽ എന്നാണ് പറയുക. അതിൻ്റെ പാസ്റ്റ് സിമ്പിൾ ഫോം റാങ് ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. ഐ റാങ് ദ ബെൽ ട്വൈസ്. ഞാൻ 2 പ്രാവശ്യം ബെല്ലടിച്ചു. ഐ റാങ് ദ ബെൽ ട്വൈസ് എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം എന്നതിന് ട്വൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. നമ്മുടെ പ്രസന്റുമായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ലാത്ത കാര്യങ്ങളാണ്. സമയം ഇവിടെ വ്യക്തമായി പറയുന്നില്ല, പക്ഷെ തീർച്ചയായും ഇത് നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിനെ കുറിച്ച് തന്നെയാണ്. 2 പ്രാവശ്യം ബെൽ അടിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാര്യമാണ്. ഐ റാങ് ദ ബെൽ ട്വൈസ്. ആരും വാതിൽ തുറന്നില്ല. അതെങ്ങനെയാ പറയുന്നത്? വാതിൽ തുറക്കുക, ഓപ്പൺ ദ ഡോർ. ആരും തുറന്നില്ല എന്നാണ് പറയേണ്ടത്. Nobody opened the door. I rang the bell twice, but nobody opened the door. ഇവിടെ നമ്മൾ പക്ഷേ എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ബട്ട് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ അത് ഉപയോഗിച്ച് ഈ 2 ക്ലോസസിനെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ആരും ഇല്ല എന്നാണ് നോബഡി എന്നതിനർത്ഥം. ആരും വാതിൽ തുറന്നില്ല എന്നതിന് നോബഡി ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ മതി. ആ നോബഡി തന്നെ ഒരു നെഗറ്റീവ് വേർഡാണ്. പിന്നെ അതിനുശേഷം നമ്മൾ വേറെ ഡിഡിൻ ഓപ്പൺ അങ്ങനെയൊന്നും പറയില്ല. നോബഡി ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ ആരും വാതിൽ തുറന്നില്ല എന്നാണ് അർത്ഥം. ഒരു നെഗറ്റീവ് വേർഡ് വരുമ്പോൾ പിന്നെ അതിനുശേഷം അതിനകത്ത് നോ, നോട്ട് അതൊന്നും ഉപയോഗിക്കരുത്. കാരണം അങ്ങനെ വരുമ്പോൾ ഡബിൾ നെഗറ്റീവ്സ് വരും. അപ്പോൾ അതിൻ്റെ മീനിങ് തെറ്റായിട്ടാണ് വരുന്നത്. ഇവിടെ നോബഡി ആയതുകൊണ്ടാണ് നമ്മളിവിടെ പിന്നെ ഓപ്പൺഡ് എന്നുള്ള അഫിർമേറ്റീവ് വെർബ് ഉപയോഗിച്ചത്. അതിനുശേഷം നമ്മൾ ഡിഡ് നോട്ട് ഓപ്പൺ എന്നല്ല പറയുന്നത്, നോബഡി ഓപ്പൺ ദ ഡോർ എന്നാണ്. അവൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ പറയുന്നത്? ഷി വാസ് ടയേർഡ്. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഷി വാസ് ടയേർഡ്. അവൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. വാസ് ഉപയോഗിക്കാൻ കാരണം എന്താണ്? സബ്ജക്റ്റ് ഷീ ആണ്.
അതുകൊണ്ടാണ് നമ്മൾ ഷീ എന്നത് ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് ഉപയോഗിക്കുന്നത്. ഷി വാസ് ടയേർഡ്. അവൾ ദിവസം മുഴുവൻ കഠിനമായി ജോലി ചെയ്യുകയായിരുന്നു, ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു എന്നർത്ഥം. ദിവസം മുഴുവൻ, ഓൾ ഡേ. സബ്ജക്ട് ഷീ. അപ്പൊ നമ്മളിവിടെ എന്താ ഏത് ടെൻസാ ഉപയോഗിക്കുക? ദിവസം മുഴുവൻ ഒരു ആക്ടിവിറ്റി നടക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രത്യേക പോയിന്റിൽ ഒരു പ്രവൃത്തി തുടരുന്നുണ്ട് അല്ലെങ്കിൽ തുടരുന്നുണ്ടായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും ഉപയോഗിക്കുന്നത്. ഡ്യൂറേഷൻ അവിടെ പ്രസക്തമല്ല, ഡ്യൂറേഷൻ നമ്മൾ പറയുകയില്ല. ഇവിടെ നമുക്ക് ദിവസം മുഴുവൻ കഠിനമായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു ലോങ്ങർ ആക്ടിവിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുക പാസ്റ്റ് കണ്ടിന്യൂസ് അല്ല, അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വെർബ് ഷീ വാസ് ടയേർഡ് എന്നാണ്. അവൾ ക്ഷീണിതയായിരുന്നു അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടായിരുന്നു എന്നാണ്. അതായത് നമ്മൾ പറയുന്നത് തന്നെ പാസ്റ്റിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. പിന്നെ അതിനും മുന്നിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. ക്ഷീണം ഉണ്ടായത് ജോലി ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ. അപ്പോൾ ജോലി ചെയ്യുക എന്നത് ഈ ക്ഷീണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനും മുമ്പുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പറയുക പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്താണ്? ഹാഡ് ബീൻ പ്ലസ് ING ഫോം ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോൾ നമ്മൾ ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഹാഡ് തന്നെയാണ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ ഹാവ് ബീൻ ഉപയോഗിക്കും, സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ ഹാസ് ബീൻ ഉപയോഗിക്കും. പാസ്റ്റ് ആവുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ഹാർഡ്. അവൾ കഠിനമായി ജോലി ചെയ്യുകയായിരുന്നു, ദിവസം മുഴുവൻ, ഓൾ ഡേ. അങ്ങനെയാണ് നമ്മളിത് പറയുന്നത്. ഷി വാസ് ടയേർഡ്, ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ഹാർഡ് all day. She was tired because she had been working hard all day. ദിവസം മുഴുവൻ അവൾ കഠിനമായി ജോലി ചെയ്യുകയായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് പറയേണ്ടത് എനിക്ക് ക്ഷീണമാണ്, I am tired എന്നാണ് പറയേണ്ടതെന്ന് കരുതുക. എനിക്ക് ഇപ്പോൾ ക്ഷീണമുണ്ട് എന്നാണ് അർത്ഥം. അതിന് കാരണമായി ഞാൻ പറയുന്നത് ഞാൻ ദിവസം മുഴുവൻ അല്ലെങ്കിൽ രാവിലെ മുതൽ ജോലി ചെയ്യുകയാണ് എന്നാണ്. ഇപ്പോൾ ക്ഷീണമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ജോലി ചെയ്തത് തീർച്ചയായും ഇന്നാണ്. ഈ സംസാരിക്കുന്ന സമയം വരെയും ഞാൻ ജോലി ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷേ ഇനി സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തതായിരിക്കാം, ഇനി ഇതിന് ശേഷവും ഞാൻ ജോലി ചെയ്ത് കൂടായികയുമില്ല. അങ്ങനെയാകുമ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയാം, I am tired, I have been working all day. ഞാൻ ഇന്ന് ദിവസം മുഴുവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഇപ്പോൾ ഇവിടെ I am tired എന്നുള്ള പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ അതിനുശേഷം have been working എന്ന് പറയുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചത്. ഈ തന്ന എക്സാമ്പിളിൽ ഷീ വാസ് ടയേർഡ് എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അതിനു മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല ഉപയോഗിക്കുക, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ഹാർഡ് ഓൾ ഡേ. ഈ ടെൻസസ് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഒരു ക്ലോസ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ടെൻസ് എന്താണെന്ന് നോക്കിയിട്ട് വേണം പിന്നീടുള്ള ക്ലോസസിൽ ഉപയോഗിക്കുന്ന ടെൻസസ്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ക്ലോസിൽ തന്നെ വന്നത് പാസ്റ്റ് ആണ്. അപ്പോൾ പിന്നെ അതിന് മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കും. I am tired എന്ന് പറയുമ്പോൾ നമ്മളത് പ്രസന്റ് ടെൻസിലാണ് ആ വെർബ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനോട് ചേർന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് ടെൻസസ് ആണ് കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യത. ഇപ്പോൾ എനിക്ക് ക്ഷീണമാണെന്ന് പറയുമ്പോൾ ഞാൻ അതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ ക്ഷീണം ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ കണ്ടിന്യൂ ചെയ്ത ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ അവർ കളിക്കാൻ തുടങ്ങി 1 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ 2 കാര്യം പറയുന്നുണ്ട്. മഴ പെയ്യാൻ തുടങ്ങി, അതെങ്ങനെയാ പറയുന്നത്? നമ്മൾ നേരത്തെ പല എക്സാമ്പിൾസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങുക എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് അതിന് പ്രോപ്പർ ആയ ഒരു സബ്ജക്റ്റ് ഇല്ല. നമ്മൾ മഴ പെയ്യുന്നു എന്നതിന് എങ്ങനെയാ പറയാ? ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് പറയാ. അതായത് നമ്മളവിടെ ഇറ്റ് എന്നൊരു സബ്ജക്റ്റ് നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മഴ പെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോഴും നമ്മൾ ഇറ്റ് എന്ന സബ്ജക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. തുടങ്ങുക, സ്റ്റാർട്ട്, തുടങ്ങി, സ്റ്റാർട്ടഡ്. മഴ പെയ്യാൻ തുടങ്ങി, ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അവർ കളിക്കാൻ തുടങ്ങി 1 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് കേട്ടോ വെർബ് വന്നിട്ടുള്ളത്. സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. നമ്മളിവിടെ കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. മഴ പെയ്യാൻ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് തുടങ്ങി ആ മഴ പെയ്യാൻ തുടങ്ങുന്നത് വരെ കണ്ടിന്യൂ ചെയ്ത ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് നമുക്കിവിടെ പറയേണ്ടത്. ഡ്യൂറേഷൻ പറയുന്നുണ്ട്, 1 മണിക്കൂർ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഡ്യൂറേഷൻ പറയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുക എപ്പോഴും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഇവിടെ നമുക്ക് ഏതാ ഉപയോഗിക്കേണ്ടത്? അവർ കളിക്കാൻ തുടങ്ങി. കളിക്കുക എന്നതിന് പ്ലേ. അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണ്? ഹാഡ് ബീൻ പ്ലേയിങ്. ദേ ഹാഡ് ബീൻ പ്ലേയിങ് 1 മണിക്കൂർ, ഫോർ എൻ അവർ. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങി. ദേ ഹാഡ് ബീൻ പ്ലേയിങ് ഫോർ എൻ അവർ. ഇതാണ് ഇതിൽ വരുന്ന 2 ക്ലോസസ്. അവർ കളിക്കാൻ തുടങ്ങി 1 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ, ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിൽ എഴുതിയതിൻ്റെ അതേപോലെ അല്ല ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അതേ മീനിങ് വരുന്ന രീതിയിലാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്.
ദേ ഹാഡ് ബീൻ പ്ലേയിങ് ഫോർ എൻ അവർ എന്ന് പറയുമ്പോൾ അവർ 1 മണിക്കൂറായി കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നർത്ഥം. ഇനി നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്യണം. തുടങ്ങുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ഏതാണ്? വെൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എന്ന് പറയാൻ ആ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ വെൻ ആണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ദേ ഹാഡ് ബീൻ പ്ലേയിങ് ഫോർ എൻ അവർ, അല്ലെങ്കിൽ ദേ ഹാഡ് ബീൻ പ്ലേയിങ് ഫോർ എൻ അവർ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. നമുക്ക് ഈ ക്ലോസസിന്റെ പൊസിഷൻ നമുക്ക് മാറ്റാൻ സാധിക്കും ഇംഗ്ലീഷിൽ. അതായത് നമുക്ക് ഈ സെന്റൻസിനെ വെൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ ക്ലോസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിത് 2 രീതിയിലും പറയാം. ദേ ഹാഡ് ബീൻ പ്ലേയിങ് ഫോർ എൻ അവർ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് എന്ന് പറയാം, അല്ലെങ്കിൽ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ദേ ഹാഡ് ബീൻ പ്ലേയിങ് ഫോർ എൻ അവർ. ആ രീതിയിലും പറയാം. മീനിങ്ങിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ വെൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച് ബിക്കോസ് ഉപയോഗിച്ച് ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്ലോസ് ആദ്യം വരികയാണെങ്കിൽ ആ ക്ലോസിന് ശേഷം നമ്മളൊരു കോമ ഇടും മറ്റേ ക്ലോസ് വരുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മളിത് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് എന്ന് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ റെയിനിങ്ങിന് ശേഷം നമ്മളൊരു കോമ ഇട്ടിട്ടാണ് ദേ ഹാഡ് ബീൻ പ്ലേയിങ് ഫോർ എൻ അവർ എന്ന് പറയാം. ഇങ്ങനെയുള്ള ഈ കൺജങ്ഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് രണ്ടാമതാണ് വരുന്നതെങ്കിൽ നമ്മൾ നോർമലി കോമയൊന്നും ഉപയോഗിക്കില്ല. കറണ്ട് പോകുമ്പോൾ ഞാൻ വായിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. കറണ്ട് പോയി, ലൈറ്റ് പോയി എന്നർത്ഥം. ദ ലൈറ്റ്സ് വെന്റ് ഔട്ട്. ഞാൻ വായിക്കുകയായിരുന്നു. ഡ്യൂറേഷൻ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നേരമായി വായിക്കുകയായിരുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ദ ലൈറ്റ്സ് വെന്റ് ഔട്ട് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റോ പ്രസന്റ് കണ്ടിന്യൂസോ അങ്ങനെയൊന്നുള്ള ടെൻസസ് ഒന്നും നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമുക്കിവിടെ വേണ്ട വെർബ്സ് പാസ്റ്റിൽ തന്നെയുള്ളൊരു വെർബാണ്. അപ്പോൾ നമുക്കിത് ഒന്നുകിൽ ഇങ്ങനെ പറയാം, ഐ വാസ് റീഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് വരിക? ഐ ഹാഡ് ബീൻ റീഡിംഗ്. ദ ലൈറ്റ്സ് വെന്റ് ഔട്ട്, ഐ ഹാഡ് ബീൻ റീഡിംഗ്. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ ഡ്യൂറേഷൻ പറയുന്നില്ല. മറിച്ച് അതിന് പകരം ഞാൻ 1 മണിക്കൂറായി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ തീർച്ചയായും നമുക്ക് ഐ ഹാഡ് ബീൻ റീഡിംഗ് ഫോർ എൻ അവർ എന്ന് തന്നെ പറയണം. പക്ഷേ സമയം മെൻഷൻ ചെയ്യാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസും നമുക്ക് ഉപയോഗിക്കാം. ഐ വാസ് റീഡിംഗ് എന്ന് പറയാം. ഇനി കറണ്ട് പോകുമ്പോൾ എന്ന മീനിങ്ങിന് വേണ്ടി നമുക്ക് വെൻ എന്നൊരു കൺജങ്ഷൻ കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് അത് പറയുന്നത്? ഐ ഹാഡ് ബീൻ റീഡിംഗ് വെൻ ദ ലൈറ്റ്സ് വെന്റ് ഔട്ട്, അല്ലെങ്കിൽ വെൻ ദ ലൈറ്റ്സ് വെന്റ് ഔട്ട് ഐ ഹാഡ് ബീൻ റീഡിംഗ്. ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കുറേ നേരമായി വായിക്കുന്നുണ്ടായിരുന്നു എന്ന മീനിങ്ങിന് വേണ്ടിയാണ് ഇവിടെ ഹാഡ് ബീൻ റീഡിംഗ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഐ വാസ് റീഡിംഗ് വെൻ ദ ലൈറ്റ്സ് വെന്റ് ഔട്ട് എന്നും പറയാം. നമുക്ക് ഇവിടെയും തന്നെ ഈ സെന്റൻസിനെ വെൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. വെൻ ദ ലൈറ്റ്സ് വെന്റ് ഔട്ട് ഐ വാസ് റീഡിംഗ്, അല്ലെങ്കിൽ ഐ ഹാഡ് ബീൻ റീഡിംഗ് എന്നും നമുക്ക് പറയാവുന്നതാണ്. ഞാൻ നാളെ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്. ഇത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നടക്കാൻ പോകുന്ന ഈ കാര്യത്തിനെ കുറിച്ച് പറയാൻ നമ്മൾ ഇവിടെ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസിലാണ്. അപ്പോൾ നമ്മൾ വിൽ ഉപയോഗിച്ചാൽ മതിയോ? ഇല്ല, നമ്മളിവിടെ ഉപയോഗിക്കുക വിൽ അല്ല. കാരണം ഇവിടെ ഞാൻ നാളെ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് എന്ന്, നാളെയാണ് പോകുന്നത്, പക്ഷേ ആ അറേഞ്ച്മെന്റ്, ആ തീരുമാനം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്, അല്ലെ? ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു തീരുമാനം ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ എപ്പോഴും പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക, ഫ്യൂച്ചർ ടെൻസ് അല്ല ഉപയോഗിക്കുക. വിൽ അല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. ഞാൻ നാളെ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് എന്നതിന് ഐ വിൽ സീ ദ ഡോക്ടർ ടുമോറോ എന്നല്ല നമ്മൾ പറയുന്നത്. അതിന് പകരം നമ്മൾ ഇവിടെ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ ആം സീയിങ് ദ ഡോക്ടർ ടുമോറോ. ഇവിടെ ആം ഉപയോഗിച്ചതിന് കാരണം അറിയാലോ, സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് നമ്മൾ ആം ഉപയോഗിക്കുന്നത്. ഡോക്ടറെ കാണുക എന്നതിന് ഇംഗ്ലീഷിലും സീ എന്ന് തന്നെയാണ് പറയുന്നത്. കൺസൾട്ടിങ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഐ ആം സീയിങ് ദ ഡോക്ടർ ടുമോറോ എന്ന് പറഞ്ഞാൽ മതി. ഐ ആം കൺസൾട്ടിങ് ദ ഡോക്ടർ ടുമോറോ എന്ന് പറഞ്ഞാൽ തെറ്റില്ല, അതല്ല. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ഐ ആം സീയിങ് എന്ന വെർബ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച്, അതായത് ഇപ്പോഴാ അറേഞ്ച്മെന്റ് ആൾറെഡി ഉണ്ടെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ എപ്പോഴും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ ഉപയോഗിക്കുക. സിമ്പിൾ ഫ്യൂച്ചർ അല്ല ഉപയോഗിക്കേണ്ടത്. എനിക്ക് കുറച്ച് ദിവസമായി നല്ല സുഖമില്ല. നാളെ ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നത് അതിന്റെ കാരണമായിട്ടാണ് ഇത് പറയുന്നത്. എനിക്ക് കുറച്ച് ദിവസമായി നല്ല സുഖമില്ല. എനിക്ക് നല്ല സുഖമില്ല എന്നെങ്ങനെയാ പറയുന്നത്? നല്ല സുഖമുണ്ട് എന്ന് പറയാൻ ഫീലിംഗ് വെൽ എന്ന് പറയും. സുഖമില്ല എന്ന് പറയാൻ നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറയും. കുറച്ച് ദിവസമായി, ഇവിടെ സമയം പറയുന്നുണ്ട്. കുറച്ച് ദിവസമായി എന്ന് പറയുമ്പോൾ ഫോർ എ ഫ്യൂ ഡേയ്സ് എന്ന് പറയാം, ഫോർ സം ടൈം എന്ന് പറയാം, ഫോർ എ വൈൽ എന്ന് പറയാം. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായി നല്ല സുഖമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ടെൻസാണ് അവിടെ ഉപയോഗിക്കുക?
ഇവിടെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ പോരാ. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ഫോർ എ ഫ്യൂ ഡേയ്സ് എന്നല്ല നമ്മൾ പറയുക. കാരണം ഇവിടെ ഒരു ഡ്യൂറേഷൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. കുറച്ച് ദിവസമായിട്ട് സുഖമില്ലായ്ക തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും എനിക്ക് സുഖമില്ല, എനിക്ക് അസുഖം ഭേദമായിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുക പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഈ സമയം വരെയും കണ്ടിന്യൂ ചെയ്ത, ഇനി ഒരു പക്ഷേ ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാവുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്താണ്? ഹാവ് ബീൻ പ്ലസ് ING അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് ING. ഇവിടെ സബ്ജക്റ്റ് ഐ ആയത് കാരണം എനിക്ക് എന്ന് പറയുമ്പോൾ ഐ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് ആണ്. ഐ ഹാവ് നോട്ട് ബീൻ ഫീലിംഗ് വെൽ ഫോർ സം ടൈം അല്ലെങ്കിൽ ഫോർ എ വൈൽ അല്ലെങ്കിൽ ഫോർ എ ഫ്യൂ ഡേയ്സ്. ഇനി ഇത് നോക്കൂ, ഞാൻ ഇന്നലെ ഡോക്ടറുടെ അടുത്ത് പോയി. കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഡോക്ടറുടെ അടുത്ത് പോയി എന്നെങ്ങനെ പറയും? പോവുക, ഗോ. പോയി, വെന്റ്. സബ്ജക്റ്റ് ഐ ആണ്. ഐ വെന്റ് ഡോക്ടറുടെ അടുത്തേക്ക്. ടു ദ ഡോക്ടർ. ഐ വെന്റ് ടു ദ ഡോക്ടർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഡോക്ടറുടെ അടുത്ത് പോയി. നമ്മളിവിടെ ദ ഡോക്ടർ എന്ന് പറയാൻ എന്താ കാരണം? നമുക്ക് ഇത് ഡോക്ടർ എന്നത് ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പൊസസീവോ മൈ, യുവർ, ഹിസ് അതുപോലത്തെ ഏതെങ്കിലും ഒരു വേർഡ് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേറ്റീവ് ദിസ്, ദാറ്റ്, ദീസ്, ദോസ് അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ദ എന്ന ആർട്ടിക്കിൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ വെന്റ് ടു ദ ഡോക്ടർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇവിടെ ഞാൻ ദ ഉപയോഗിക്കാൻ കാരണം ഞാൻ ഏത് ഡോക്ടറുടെ അടുത്താണ് പോയത് എന്ന് കേൾക്കുന്നയാൾക്ക് അറിയാം എന്നാണ് അതിനർത്ഥം. ഞാൻ ഏത് ഡോക്ടറുടെ അടുത്താണ് പോയിട്ടുണ്ടാവുക? ഞാൻ സാധാരണ പോകുന്ന ഡോക്ടർ ആരോ ആ ഡോക്ടറുടെ അടുത്ത് തന്നെയാണ് പോയിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ ഐ വെന്റ് ടു ദ ഡോക്ടർ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നയാൾക്ക് മനസ്സിലാവും ഏത് ഡോക്ടറുടെ അടുത്താണ് ഞാൻ പോയത് എന്ന് അറിയാം. കേൾക്കുന്നയാളിനും പറയുന്നയാളിനും ഒരാളെ കുറിച്ച് അറിയാമെങ്കിലാണ് നമ്മൾ അവിടെ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഐ വെന്റ് ടു എ ഡോക്ടർ യെസ്റ്റർഡേ ആണ് എന്നാണ് പറയുന്നതെങ്കിലോ അതിനർത്ഥം ഞാൻ ഇന്നലെ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി എന്നാണ്. ഏത് ഡോക്ടറും ആവാം, കേൾക്കുന്നയാളിന് അറിയില്ല അത് ഏത് ഡോക്ടറാണ് എന്ന്. എയും ദായും ഉപയോഗിക്കുമ്പോഴത്തെ ഈ ഡിഫറൻസ് മനസ്സിലാക്കുക. നമ്മൾ കേൾക്കുന്നയാൾക്കും കൂടി അറിയുന്ന ഒരാളിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ദ ഉപയോഗിക്കുക. കേൾക്കുന്നയാളിനെ അറിയാത്ത ഒരാളെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഒരു ഡോക്ടർ, ഏത് ഡോക്ടറും എന്ന അർത്ഥത്തിലാണ് നമുക്കിവിടെ പറയേണ്ടതെങ്കിൽ ഐ വെന്റ് ടു എ ഡോക്ടർ എന്നാണ് പറയുക. ഐ വെന്റ് ടു ദ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ പോകുന്ന ഡോക്ടർ, കേൾക്കുന്നയാളിനും കൂടി അറിയാവുന്ന ആ ഡോക്ടറുടെ അടുത്ത് പോയി എന്നാണ് അർത്ഥം. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കണം. പ്ലൂറൽ നൗൺസിന്റെ കൂടെ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ നമ്മൾ സാധാരണഗതിയിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. പക്ഷെ ആരെയെങ്കിലും കുറിച്ച് പ്രത്യേകമായി സംസാരിക്കുമ്പോൾ അവിടെയും നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കും. കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ തീർച്ചയായും ആ വീഡിയോസ് കണ്ടു നോക്കും. കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റാവുന്ന വ്യക്തികൾ, വസ്തുക്കൾ അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന പദങ്ങൾക്കാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ആളുകൾ, വസ്തുക്കൾ ഇതെല്ലാം കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ നൗൺസിന് സിംഗുലർ ഫോമും കാണും, പ്ലൂറൽ ഫോമും കാണും. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിന്റെ കൂടെ എപ്പോഴും ഒരു ആർട്ടിക്കിൾ വേണം, അല്ലെങ്കിൽ മറ്റൊരു ഡിറ്റർമിനർ. അത് പൊസസീവ് ആവാം, ഡെമോൺസ്ട്രേറ്റീവ് ആവാം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണം. ഐ വെന്റ് ടു ഡോക്ടർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഐ വെന്റ് ടു ദ ഡോക്ടർ എന്ന് പറയണം, അല്ലെങ്കിൽ ഐ വെന്റ് ടു എ ഡോക്ടർ എന്ന് പറയണം. എനിക്ക് കുറച്ച് ദിവസങ്ങളായി സുഖമില്ലായിരുന്നു. ഞാൻ നാളെ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്, എനിക്ക് കുറച്ച് ദിവസമായി സുഖമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിച്ചത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഞാൻ ഇന്നലെ ഡോക്ടറുടെ അടുത്ത് പോയി എന്നാണ്. എനിക്ക് കുറച്ച് ദിവസമായി സുഖമില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ഡോക്ടറുടെ അടുത്ത് പോകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഈ സുഖമില്ലായിരുന്നു എന്നത്. അത് ഇന്നലെ ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയത്, അത് അതിനു മുമ്പ് തുടങ്ങി ഇന്നലെ വരെ കണ്ടിന്യൂ ചെയ്തൊരു സിറ്റുവേഷൻ. ഒരു പക്ഷേ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് നമുക്കിവിടെ വിഷയമല്ല. ഐ വെന്റ് ടു ദ ഡോക്ടർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞതിന് ശേഷം അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ടെൻസ്. ഇനി നമുക്ക് അതിനു മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ പ്രസന്റ് കണ്ടിന്യൂസോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് പിന്നെ വേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്: ഐ ഹാഡ് നോട്ട് ബീൻ ഫീലിംഗ് വെൽ ഫോർ എ ഫ്യൂ ഡേയ്സ്. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് സുഖമില്ലായിരുന്നു. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിച്ചത് എന്ന് ശ്രദ്ധിക്കുക. ഫോർ സം ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി എന്നതിന് ഫോർ എ ഫ്യൂ ഡേയ്സ് നിങ്ങൾക്ക് പറയാം, ഫോർ സം ടൈം, ഫോർ എ വൈൽ, അതെല്ലാം പറയാവുന്നതാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ കാരണം നമ്മൾ ഇന്നലെ ഡോക്ടറുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് നടന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്, മുമ്പ് നിലവിലുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വെർബ് പാസ്റ്റ് ടെൻസിലാവുമ്പോൾ പിന്നെ വരുന്ന വെർബ്സ് എല്ലാം അതിന്
അതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പിന്നെ വരുന്ന വെർബ്സ് എല്ലാം പാസ്റ്റിൽ തന്നെയായിരിക്കും. പിന്നെ നമുക്ക് അവിടെ നിന്ന് പ്രസന്റിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിന് നമ്മൾ ഗ്രാമറിൽ സീക്വൻസ് ഓഫ് ടെൻസ് എന്ന് പറയും. അതായത് നമ്മൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ അതിനു മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം പറയുമ്പോൾ നമുക്ക് പിന്നെ അവിടെ വേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റോ പാസ്റ്റ് കണ്ടിന്യൂസോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ ഒക്കെ ആയിരിക്കും. പിന്നെ അവിടുന്ന് പ്രസന്റ് പെർഫെക്റ്റിലേക്കോ പ്രസന്റ് കണ്ടിന്യൂസിലേക്കോ ഒന്നും വരിക എന്ന ഓപ്ഷൻ നമുക്കില്ല. I went to the doctor yesterday because I had not been feeling well for some time. ബസ് ഇനിയും വന്നിട്ടില്ല. അതെങ്ങനെയാ പറയുന്നത്? വരിക എന്നതിന് കം എന്ന് പറയും. ഇനിയും വന്നിട്ടില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇനിയും എന്ന അർത്ഥത്തിൽ നമ്മളവിടെ എറ്റ് ഉപയോഗിക്കും. അപ്പോൾ വന്നിട്ടില്ല, പോയിട്ടില്ല, ഇതെല്ലാം പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പറയുന്നത്? ദ ബസ് ഹാസ് നോട്ട് കം എറ്റ്. ഇനിയും എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ എറ്റ് എന്ന അഡ്വർബ് ഉപയോഗിക്കുന്നത്. എറ്റ് പൊതുവെ സെന്റൻസിന്റെ അവസാനമാണ് വരുന്നത്. ദ ബസ് ഹാസ് നോട്ട് കം എറ്റ്. ഇവിടെ ഹാസ് ഉപയോഗിക്കാൻ കാരണം എന്താണ്? സബ്ജക്ട് സിംഗുലർ ആണ്. ബസ് എന്ന സിംഗുലർ നൗൺ ആണ് സബ്ജക്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാസ് ഉപയോഗിക്കുന്നത്. ദ ബസ് ഹാസ് നോട്ട് കം എറ്റ്. ഹാസ്, ഹാവ്, ഹാഡ് അതിനെല്ലാം ശേഷം നമ്മൾ V3 ആണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കം കണ്ടിട്ട് ഇത് V1 ആണെന്ന് സംശയിക്കരുത്. കം എന്ന വെർബിന്റെ V1ഉം V3യും കം തന്നെയാണ്. അതിന്റെ V2 കെയും ആണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ചില വെർബ്സ് ഉണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെർബ്സിന്റെ 3 ഫോം നമുക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റായി ടെൻസസ് ഉപയോഗിക്കാൻ സാധിക്കൂ. ദ ബസ് ഹാസ് ഇൻ കം എറ്റ്. ഇത് പ്രസന്റ് പെർഫെക്റ്റിലാണ് ഈ വെർബ് വരുന്നത്. ബസ് ഇനിയും വന്നിട്ടില്ല. ഞാൻ 1 മണിക്കൂറായി കാത്തു നിൽക്കുകയാണ്. ഇവിടെയും ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഞാൻ കാത്തുനിൽപ്പ് തുടങ്ങിയത് 1 മണിക്കൂർ മുമ്പാണ്. ഇപ്പോൾ ഈ സമയം വരെയും അത് കണ്ടിന്യൂ ചെയ്യാണ്. ഇനി ബസ് വരുന്നത് വരെയും അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? നമുക്കിവിടെ വേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സബ്ജക്റ്റ് ഐ ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്താണ്? ഹാവ് ബീൻ പ്ലസ് ing ആണ്. ഇവിടെ കാത്തു നിൽക്കുക എന്നതാണ് വെർബ്. വെയിറ്റ്, അതിന്റെ ing ഫോം വെയിറ്റിംഗ്. ദ ബസ് ഹാസ് ഇൻ കം എറ്റ്. I have been waiting for an hour. I am waiting for an hour എന്ന് പറയരുത്. കാരണം പ്രസന്റ് കണ്ടിന്യൂസ് നമുക്ക് ഒരു പീരിയഡ് ഓഫ് ടൈമിന്റെ കൂടെ യൂസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പ്രസന്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന ആ പോയിന്റിൽ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാനാണ്. ആ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടില്ല എന്നർത്ഥം. നമ്മൾ അതിന്റെ മിഡിലാണ് എന്നർത്ഥം. ആ ഒരു മൊമെന്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഒരു പ്രവൃത്തി കുറെ നേരമായി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെ ഉപയോഗിക്കണം. പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ പോരാ. ഇപ്പൊ ഇവിടെ ഈ ആക്ടിവിറ്റി കാത്തു നിൽക്കുക എന്ന ഈ ആക്ടിവിറ്റി 1 മണിക്കൂറായി തുടരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എൻ അവർ. ബസ് ഇനിയും വന്നിട്ടില്ല. ഞാൻ 1 മണിക്കൂറായി കാത്തു നിൽക്കുകയാണ്. അവസാനം ബസ് വന്നു. അവസാനം അറ്റ് ലാസ്റ്റ് ബസ് വന്നു. ദ ബസ് വന്നു, കെയിം. അറ്റ് ലാസ്റ്റ് ദ ബസ് കെയിം. അവസാനം ബസ് വന്നു. ഞാൻ 1 മണിക്കൂറായി കാത്തു നിൽക്കുകയായിരുന്നു. ഇവിടെയോ? ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ബസ് വന്നതിന് മുമ്പുള്ള കാര്യത്തിനെ കുറിച്ചാണ് അല്ലേ? ബസ് വന്നത് തന്നെ പാസ്റ്റിലാണ്. ബസ് വന്നു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അതിനും മുമ്പാണ് ഞാൻ കാത്തു നിന്നത്. ആ ബസ് വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് കാത്തുനിൽപ്പ് തുടങ്ങി ആ ബസ് വരുന്നത് വരെയുള്ള ആ ഒരു സമയത്ത് ആ ഒരു 60 മിനിറ്റിൽ കണ്ടിന്യൂ ചെയ്ത ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പം ഞാൻ കാത്തു നിൽക്കുന്നില്ല. ബസ് വരുന്നത് വരെ ഞാൻ കാത്തു നിന്നിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ കാത്തു നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റില്ല. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ അതിനർത്ഥം ഞാൻ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ്. ഇവിടെ ബസ് വരുന്നത് വരെ ഞാൻ കാത്തു നിന്നിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ കാത്തു നിൽക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്: ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ എൻ അവർ. അറ്റ് ലാസ്റ്റ് ദ ബസ് കെയിം. അവസാനം ബസ് വന്നു. ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ എൻ അവർ. ഞാൻ 1 മണിക്കൂറായി കാത്തു നിൽക്കുകയായിരുന്നു. ഐ വാസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പോരാ. കാരണം ഇവിടെ നമ്മളൊരു ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ എൻ അവർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ എൻ അവർ. ഒരു പീരിയഡ് ഓഫ് ടൈമിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഞാൻ പുറത്തു പോകുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പുറത്തു പോയി, ഐ വെന്റ് ഔട്ട്. സബ്ജക്റ്റ് ഐ ആണ്. പോവുക എന്നതിന് ഗോ. അതിൻ്റെ പോയി അതിൻ്റെ പാസ്റ്റ് സിമ്പിൾ ഫോമാണ് വെന്റ്. അപ്പം ഞാൻ പുറത്തു പോയി എന്ന് പറയുമ്പോൾ ഐ വെന്റ് ഔട്ട്. ഞാൻ പുറത്തു പോയി. മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. മഴ പെയ്യുകയായിരുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് വാസ് റെയിനിങ് അല്ലേ? മഴ പെയ്യുന്നു എന്ന് പറയാൻ ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയും. മഴ പെയ്യുകയായിരുന്നു എന്ന് പറയാൻ ഇറ്റ് വാസ് റെയിനിങ് എന്ന് പറയും. ഒരു ഡ്യൂറേഷനോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളവിടെ വെറുതെ പാസ്റ്റ് കണ്ടിന്യൂസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഐ വെന്റ് ഔട്ട്. മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഇറ്റ് വാസ് നോട്ട് റെയിനിങ് എന്ന് പറയും. ഐ വെന്റ് ഔട്ട്
ഇറ്റ് വാസ് നോട്ട് റെയിനിങ്. മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല, ഞാൻ പുറത്തുപോയി. ഇനി ഞാൻ പുറത്തു പോകുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്ന ഒരു മീനിങ്ങിന് വേണ്ടി നമ്മളിവിടെ വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കും. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. വെൻ ഐ വെന്റ് ഔട്ട് ഇറ്റ് വാസ് നോട്ട് റെയിനിങ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് നോട്ട് റെയിനിങ് വെൻ ഐ വെന്റ് ഔട്ട്. നമുക്ക് ഈ വെൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസിനെ ആദ്യവും വെക്കാം അല്ലെങ്കിൽ അവസാനവും വെക്കാം. ഇറ്റ് വാസ് നോട്ട് റെയിനിങ് വെൻ ഐ വെന്റ് ഔട്ട്. ഞാൻ പുറത്തു പോകുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു എത്ര നേരമായി മഴ പെയ്യുന്നു അതൊന്നും നമ്മൾ പറയുന്നില്ല. ആ സമയത്ത് ഞാൻ പുറത്തു പോയ ആ ഒരു മൊമെന്റിലെ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചത്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല ഉപയോഗിച്ചത് എന്ന് ശ്രദ്ധിക്കുക. ഭൂമി നനഞ്ഞിരുന്നു, പക്ഷേ ഞാൻ പുറത്തു പോകുന്ന സമയത്ത് നിലത്തെല്ലാം മണ്ണിലെല്ലാം വെള്ളം ഉണ്ടായിരുന്നു. ദ ഗ്രൗണ്ട് വാസ് വെറ്റ്. ഭൂമി നനഞ്ഞിരുന്നു എന്നതിന് ഭൂമി നനഞ്ഞിരിക്കുകയായിരുന്നു എന്നതിന് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ദ ഗ്രൗണ്ട് വാസ് വെറ്റ്. നിലം നനഞ്ഞിരുന്നു, മണ്ണിൽ നനവുണ്ടായിരുന്നു എന്നർത്ഥം. അതിനർത്ഥം എന്താ? മഴ പെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ പുറത്തു പോകുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല, പക്ഷേ അതിന് മുമ്പ് മഴ പെയ്തിട്ടുണ്ട്. മഴ കുറച്ചധികം സമയം പെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്യൂറേഷൻ ഒന്നും പറയുന്നില്ല, എന്നാലും കുറച്ച് നേരമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പറയുന്നത് ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് എന്നാണ്. ദ ഗ്രൗണ്ട് വാസ് വെറ്റ്. മണ്ണ് നനഞ്ഞിരുന്നു, ഭൂമി നനഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ്. മഴ അതിനു മുമ്പ് കുറച്ചു നേരം പെയ്തിട്ടുണ്ടാവും. പോകുമ്പോൾ മഴ പെയ്യുന്നില്ല, പാസ്റ്റിൽ പക്ഷേ മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് എന്ന് പറയുന്നത്. ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ കൂടെ എപ്പോഴും ഡ്യൂറേഷൻ മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആ ഡ്യൂറേഷൻ മെൻഷൻ ചെയ്യാതെ പാസ്റ്റ് കണ്ടിന്യൂസ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ആക്ടിവിറ്റി കുറേ നേരമായി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ്. അത് മെൻഷൻ ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി, അങ്ങനെ അത് കുറേ നേരമായി കണ്ടിന്യൂ ചെയ്യുന്നു. ആ കണ്ടിന്യൂറ്റി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. നിന്റെ ഡ്രസ്സിൽ പെയിന്റ് ഉണ്ട്. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. യു ഹാവ് പെയിന്റ് ഓൺ യുവർ ക്ലോത്ത്സ് എന്ന് പറയാം. ഡ്രസ്സിൽ എന്ന് പറയുന്നത് കരുതിയിട്ട് അവിടെ ഇൻ എന്ന് പറയരുത്. ഡ്രസ്സിന് മുകളിൽ, അതിന്റെ മുകളിലാണ് ഉള്ള അർത്ഥത്തിലാണ് നമ്മൾ ഓൺ യുവർ ക്ലോത്ത്സ് എന്ന് പറയുന്നത്. ഓൺ യുവർ ഷർട്ടെന്നോ ഓൺ യുവർ ഡ്രസ്സെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. യു ഹാവ് പെയിന്റ് ഓൺ യുവർ ക്ലോത്ത്സ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദർ ഈസ് പെയിന്റ് ഓൺ യുവർ ക്ലോത്ത്സ് എന്നും പറയാം. ഇപ്പോൾ ഇവിടെ പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഇവിടെ ഇല്ല. അത് കാരണമാണ് നമ്മളിവിടെ ഉണ്ട്, എന്തെങ്കിലും ഒരു സാധനം ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ പലപ്പോഴും ദർ എന്ന ഒരു വേർഡ് ഉപയോഗിക്കും. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ പറയാവുന്നതാണ്. യു ഹാവ് പെയിന്റ് ഓൺ യുവർ ക്ലോത്ത്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ദർ ഈസ് പെയിന്റ് ഓൺ യുവർ ക്ലോത്ത്സ് എന്ന് പറയാം. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിന് കാരണമായി മറ്റേയാൾ പറയുന്ന കാര്യമാണ്, അതെ, ഞാൻ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഡ്രസ്സിൽ പെയിന്റ് ചെയ്യുന്നത്. സംസാരിക്കുന്ന സമയത്ത് ഞാൻ പെയിന്റ് ചെയ്യുന്നില്ല, പക്ഷേ അതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ആക്ടിവിറ്റി കുറേ നേരമായി കണ്ടിന്യൂ ചെയ്തിട്ടും ഉണ്ടായിരിക്കും. പെയിന്റിംഗ് എന്ന് പറയുന്നത് എന്തായാലും കുറച്ച് നേരത്തിൽ ഫിനിഷ് ആവുന്ന ഒരു ആക്ടിവിറ്റി അല്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് പറയുന്നത്? ഡ്രസ്സിൽ പെയിന്റ് ഇപ്പോൾ ഉണ്ട് അല്ലേ? യു ഹാവ് പെയിന്റ് ഓൺ യുവർ ക്ലോത്ത്സ് എന്നാണ് പറയുന്നത്. പാസ്റ്റ് ടെൻസ് അല്ല നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ള വെർബ്, പ്രസന്റ് ടെൻസ് ആണ്. അപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെയും പെയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയേണ്ടത്. അതായത് നമ്മളിവിടെ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ പ്രസന്റ് വരെയും കണ്ടിന്യൂ ചെയ്ത ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതിന് നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. മറുപടി എങ്ങനെയാണ് പറയുന്നത്? യെസ്, ഐ ഹാവ് ബീൻ പെയിന്റിങ്. ഞാൻ പെയിന്റ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംസാരിക്കുന്ന ഈ മൊമെന്റിൽ ഞാനൊരു പക്ഷേ പെയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, പക്ഷേ ആ ആക്ടിവിറ്റി ഇതേവരെയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഭാവിയിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാം എന്നർത്ഥം. ഡ്രസ്സിൽ പെയിന്റ് ഉള്ളതിന് കാരണം ഞാൻ ഇപ്പോഴും പെയിന്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അവന്റെ ഡ്രസ്സിൽ പെയിന്റ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ ഉണ്ടോ നമുക്കറിയില്ല. നമ്മൾ പക്ഷെ പറയുന്നത് ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയാ, ഹി ഹാഡ് പെയിന്റ് ഓൺ ഹിസ് ക്ലോത്ത്സ്. ഇവിടെ ഈ ഹാഡ് കണ്ടതുകൊണ്ട് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് ആവണമെങ്കിൽ ഇതിന് ശേഷം ഒരു V3 കൂടി വരണം. ഇവിടെ ഹാഡ് തനിച്ചാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഹാസ്, ഹാവ്, ഹാഡ് എന്ന വാക്കുകൾ തനിച്ച് നിൽക്കുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ടെൻസ് അല്ല ഉണ്ടാക്കുന്നത്. ഹാസും ഹാവും അങ്ങനെ തനിച്ച് നിൽക്കുമ്പോൾ അതിനർത്ഥം ഉണ്ട് എന്നാണ്. ഹാഡ് തനിച്ച് നിൽക്കുമ്പോൾ അതിനർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. ഈ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലല്ല. ഹി ഹാഡ് പെയിന്റ് ഓൺ ഹിസ് ക്ലോത്ത്സ്. അവന്റെ ഡ്രസ്സിൽ പെയിന്റ് ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താണ്? അവൻ പെയിന്റ് ചെയ്യുകയായിരുന്നു. ഇപ്പൊ അവൻ പെയിന്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവന്റെ ഡ്രസ്സിൽ പെയിന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ സമയത്തിന് മുമ്പാണ് അവൻ പെയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് പാസ്റ്റിൽ കുറേ നേരം കണ്ടിന്യൂ ചെയ്ത ഒരു ആക്ടിവിറ്റി ആയിരിക്കാം, പക്ഷെ ഇപ്പോഴെന്തായാലും അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇത് പാസ്റ്റിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത് പാസ്റ്റിൽ തന്നെ അവസാനിച്ച ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല, മറിച്ച് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഇങ്ങനെയാണ് പറയുന്നത്, ഹി ഹാഡ് ബീൻ പെയിന്റിങ്. അവൻ പെയിന്റ് ചെയ്യുകയായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഡ്യൂറേഷനൊക്കെ ഉപയോഗിക്കാം.
ഹി ഹാഡ് ബീൻ പെയിന്റിംഗ് ഫോർ അവേഴ്സ് എന്ന് പറയാം, ഹി ഹാഡ് ബീൻ പെയിന്റിംഗ് സിൻസ് മോർണിംഗ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഡ്യൂറേഷൻ മെൻഷൻ ചെയ്തില്ലെങ്കിലും ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക വഴി നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ പ്രവൃത്തി കുറെ നേരം തുടരുന്നുണ്ടായിരുന്നു എന്നാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നെങ്ങനെയാ പറയുന്നത്? വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇവിടെ ആർ ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് വി ആയതുകൊണ്ടാണ്. നമുക്കിവിടെ പറയേണ്ടത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാണ്. അതെങ്ങനെയാ പറയുന്നത്? വി വേർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പൊ പാസ്റ്റ് ടെൻസിൽ പ്രസന്റ് ടെൻസിൽ ആർ ഉപയോഗിക്കുന്നതിന് പകരം പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വെർബ് വേർ ആണ്. വി വേർ ഗുഡ് ഫ്രണ്ട്സ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം കുട്ടിക്കാലം മുതലേ അറിയാമായിരുന്നു. അപ്പൊ ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ പറയുന്നത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുക പ്രസന്റ് ടെൻസ് അല്ല ഉപയോഗിക്കുക. നമുക്കൊരാളെ അറിയാമെന്ന് എങ്ങനെയാ പറയുന്നത്? ഐ നോ ഹിം എന്ന് പറയാം അല്ലെ. എനിക്ക് അവനെ ഒരുപാട് കാലമായി അറിയാം എന്നാണ് പറയുന്നതെങ്കിലോ അപ്പൊ നമ്മൾ പറയാം ഐ ഹാവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം എന്നാണ്. അവിടെ നമ്മൾ ഉപയോഗിച്ചത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. എനിക്ക് അവനെ ഒരുപാട് കാലമായി അറിയാം എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ എപ്പോൾ തൊട്ട് അറിയാൻ തുടങ്ങി, ഇപ്പൊ ഈ സമയം വരെയും എനിക്ക് അറിയാം എന്നാണ് അതിനർത്ഥം. ഇവിടെ നമ്മൾ ഉപയോഗിച്ച വെർബ് ആദ്യം തന്നെ ഉപയോഗിച്ച വെർബ് പാസ്റ്റ് ടെൻസിലാണ്. ഞങ്ങൾക്ക് സുഹൃത്തുക്കളായിരുന്നു, കുട്ടിക്കാലം മുതലേ അറിയാമായിരുന്നു എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് അല്ല, അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചില വെർബ്സ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഉപയോഗിക്കില്ല. അപ്പൊ നോ അതിൽ പെട്ട ഒരു വെർബാണ്. അതൊരു സ്റ്റേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അറിയുക എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് ആണ്. അത് പൊതുവെ കണ്ടിന്യൂസ് ഫോമിൽ നമ്മൾ നോയിങ് എന്നങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ പറയില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരാളെ അറിയാം എന്നതിന്, ഒരുപാട് കാലമായി അറിയാം എന്നതിന് നമ്മൾ ഐ ഹാവ് നോൺ ഹിം എന്നാണ് പറയുക. ഐ ഹാവ് ബീൻ നോയിങ് ഹിം എന്ന് പറയാറില്ല. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഐ ഹാഡ് നോൺ ഹിം എന്നാണ് പറയേണ്ടത്. ഐ ഹാഡ് ബീൻ നോയിങ് ഹിം എന്നല്ല പറയേണ്ടത്. അപ്പൊ ഇവിടെ പറയേണ്ടത് ഞങ്ങൾക്ക് പരസ്പരം അറിയാമായിരുന്നു എന്നാണ്. പരസ്പരം എന്ന് പറയുമ്പോൾ ഈച്ച് അതർ. അപ്പൊ അത് ഇങ്ങനെയാണ് നമ്മൾ പറയുക, വി ഹാഡ് നോൺ ഈച്ച് അതർ കുട്ടിക്കാലം മുതൽ, സിൻസ് അവർ ചൈൽഡ്ഹുഡ്. വി ഹാഡ് നോൺ ഈച്ച് അതർ സിൻസ് അവർ ചൈൽഡ്ഹുഡ്. ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ കാരണം മനസ്സിലായല്ലോ. ആദ്യത്തെ സെന്റൻസ് വന്നിട്ടുള്ളത് പാസ്റ്റ് ടെൻസിലാണ്. വി വർ ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം അതിന് മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ടെൻസ് ആയിരിക്കും? പാസ്റ്റ് ടെൻസ് തന്നെ വേണം. പിന്നെ നമുക്കിവിടെ വി ഹാവ് നോൺ ഈച്ച് അതർ എന്ന് പറയാൻ പറ്റില്ല. വി ഹാഡ് നോൺ ഈച്ച് അതർ എന്ന് തന്നെ വേണം പറയാൻ. ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നപ്പോൾ കുട്ടികൾ വളരെ നിരാശരായി. ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, അതെങ്ങനെയാണ് പറയുന്നത്? ഇവിടെ സബ്ജക്റ്റ് ഞാൻ എഴുതിയിട്ടില്ല, പക്ഷെ തീർച്ചയായും നമ്മളായിരിക്കുമല്ലോ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ സബ്ജക്റ്റ് നമുക്ക് സബ്ജക്റ്റായി വി എടുക്കാം. ഞങ്ങൾക്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഒരു കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക വി ഹാവ് ടു ആണ്. നമുക്കൊരു കാര്യം ചെയ്യണം, ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ വി ഹാവ് ടു എന്ന് പറയും. വി ഹാവ് ടു ഗോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടിയിരിക്കുന്നു, പോകണം എന്നർത്ഥം. വി ഹാഡ് ടു ഗോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നു, പോകണമായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് പറയേണ്ടത് ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്നാണ്. അത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, വി ഹാഡ് ടു ക്യാൻസൽ ദ ട്രിപ്പ്. ട്രിപ്പ് ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കുട്ടികൾ വല്ലാതെ നിരാശരായി. അതെങ്ങനെയാണ് പറയുന്നത്? നിരാശ എന്ന് പറയുമ്പോൾ ഡിസപ്പോയിൻമെന്റ്, നിരാശരായി എന്നാണ് നമുക്ക് പറയേണ്ടത്. കുട്ടികൾ ദ ചിൽഡ്രൻ വേർ ഡിസപ്പോയിന്റഡ്. വല്ലാതെ നിരാശരായി എന്ന് പറയുമ്പോൾ ദ ചിൽഡ്രൻ വേർ ക്വയറ്റ് ഡിസപ്പോയിന്റഡ് എന്ന് നമുക്ക് പറയാം. ദ ചിൽഡ്രൻ വേർ ഡിസപ്പോയിന്റഡ്. ആ വല്ലാതെ എന്ന അർത്ഥത്തിലാണ് നമ്മളവിടെ ക്വയറ്റ് എന്നൊരു അഡ്വർബ് കൂടി ആഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ദ ചിൽഡ്രൻ എന്ന് പറയാൻ കാരണം എന്താണ്? ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ്. പ്ലൂറൽ നൗൺസിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾസ് പൊതുവേ ഉപയോഗിക്കില്ല എന്ന് പറയും. പക്ഷെ നമ്മളിവിടെ ആർട്ടിക്കിൾ ഉപയോഗിച്ചു. കാരണം നമ്മളിവിടെ പറയുന്നത് ചില പ്രത്യേക കുട്ടികളെ കുറിച്ചാണ്, നമ്മുടെ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്, എല്ലാ കുട്ടികളെ കുറിച്ചും അല്ല. ഏതെങ്കിലും പ്രത്യേക ആളുകളെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ പ്രത്യേക വസ്തുക്കളെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ പ്ലൂറൽ നൗൺസിന്റെ കൂടെയും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യും. നമ്മുടെ ആർട്ടിക്കിൾസിനെ കുറിച്ചുള്ള ലെസണിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആ ലെസൺ കൂടി കണ്ടു നോക്കൂ. വി ഹാഡ് ടു ക്യാൻസൽ ദ ട്രിപ്പ്. ദ ട്രിപ്പ് എന്ന് പറയാനും കാരണം അതാണ്, നമ്മളൊരു പ്രത്യേക യാത്രയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദ ചിൽഡ്രൻ വേർ ഡിസപ്പോയിന്റഡ്. നമ്മുടെ കുട്ടികൾ ഡിസപ്പോയിന്റഡ് ആയിന്ന്. ഇവിടെയും നമുക്ക് വന്നപ്പോൾ എന്നൊരു മീനിങ്ങിലുള്ള ഒരു കൺജങ്ഷൻ കൂടി വേണം. അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ദ ചിൽഡ്രൻ വേർ ക്വയറ്റ് ഡിസപ്പോയിന്റഡ് വെൻ വി ഹാഡ് ടു ക്യാൻസൽ ദ ട്രിപ്പ്. അല്ലെങ്കിൽ വെൻ വി ഹാഡ് ടു ക്യാൻസൽ ദ ട്രിപ്പ് ദ ചിൽഡ്രൻ വേർ ക്വയറ്റ് ഡിസപ്പോയിന്റഡ്. കുട്ടികൾ വളരെ നിരാശരായി. രണ്ട് ടെൻസും പാസ്റ്റിലാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. പാസ്റ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അവർ അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നമ്മളൊരു കാര്യം വളരെ താല്പര്യത്തോടെ, എക്സൈറ്റ്മെന്റോടെ, ഇഷ്ടത്തോടെയൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത് നടക്കുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ലുക്ക് ഫോർവേഡ് ടു. ലുക്കിംഗ് ഫോർവേഡ് ടു എന്നും പറയാം. അപ്പോൾ ഇവിടെ കുട്ടികൾ ആ ട്രിപ്പിന് വേണ്ടി അത്ര എക്സൈറ്റഡ് ആയിരുന്നു, ആ ട്രിപ്പിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. സബ്ജക്റ്റ്
അവർ, ദേ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക, നമുക്കിവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ നമ്മൾ അത്ര ലെങ്തി ആയ ഒരു പീരിയഡിനെ കുറിച്ച് പറയുന്നില്ല. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർ കുറേ ആയി അതിന് കാത്തിരിക്കുകയായിരുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. ദേ വേർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ദേ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് എന്ന് പറയാം. രണ്ടിലായാലും മീനിങ്ങിൽ ഡിഫറൻസ് ഒന്നുമില്ല. പല സാഹചര്യങ്ങളിലും നമുക്ക് ഇങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പകരം ഉപയോഗിക്കാൻ പറ്റും. ഡ്യൂറേഷൻ കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെ ഉപയോഗിക്കാം. അല്ല, അങ്ങനെ ഡ്യൂറേഷൻ ഒന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസും ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പകരം ഉപയോഗിക്കാൻ സാധിക്കും. തീർച്ചയായും ടെൻസ് കറക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക. അതായത് പാസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞ് പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയാൻ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കരുത്, പാസ്റ്റ് ടെൻസ് തന്നെ വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. കുട്ടികൾ അതിനെ വളരെ എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നതും കഴിഞ്ഞുപോയ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ദേ ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് എന്നല്ല പറയുന്നത്, ദേ വേർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് എന്നാണ്, അല്ലെങ്കിൽ ദേ ഹാഡ് ബീൻ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. പുറത്ത് ഭയങ്കര ബഹളമായിരുന്നു. അതെങ്ങനെയാണ് പറയുന്നത്? ഭയങ്കര ബഹളം എന്ന് പറയുമ്പോൾ കമ്മോഷൻ, അടി ഇടി ആ അർത്ഥത്തിലൊന്നും അല്ല പറയുന്നത്, ഒരുപാട് ശബ്ദം ഉണ്ടായിരുന്നു എന്നർത്ഥം. അതിന് നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് വാസ് വെരി നോയ്സി ഔട്ട്സൈഡ്. പുറത്തെന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ്. നോയ്സി, ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇവിടെ പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് നമ്മളിവിടെ ഇറ്റ് എന്ന വേർഡാണ് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് വെരി നോയ്സി ഔട്ട്സൈഡ്, പുറത്ത് ബഹളമായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഒരു ജാഥ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ പോവുകയായിരുന്നു. ജാഥ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ കൂടിച്ചേർന്ന് പോകുന്നതിന് നമുക്കതിന് പ്രൊസഷൻ എന്ന് പറയാം. ഒരു ജാഥ, എ പ്രൊസഷൻ, വീടിൻ്റെ മുന്നിലൂടെ പോവുകയായിരുന്നു. മുന്നിലൂടെ എന്നതിന് നമുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു വാക്ക് കൂടി ഇവിടെ ഉപയോഗിക്കാവുന്നു. അപ്പോൾ നമുക്കിതിവിടെ ഇങ്ങനെ പറയാം, എ പ്രൊസഷൻ വാസ് ഗോയിങ് പാസ്റ്റ് അവർ ഹൗസ്. ഗോയിങ് പാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഞങ്ങളുടെ വീട് കടന്നു പോവുകയായിരുന്നു എന്നർത്ഥം. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയുന്നതിലും എനിക്ക് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയി ഇവിടെ തോന്നിയത് ഗോയിങ് പാസ്റ്റ് ആണ്. എ പ്രൊസഷൻ വാസ് ഗോയിങ് പാസ്റ്റ് അവർ ഹൗസ്. ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ അല്ലെങ്കിൽ വീട് കടന്ന് ഒരു പ്രൊസഷൻ പോവുകയായിരുന്നു. നമ്മളിവിടെ ഡ്യൂറേഷൻ ഒന്നും സൂചിപ്പിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എ പ്രൊസഷൻ ഹാഡ് ബീൻ ഗോയിങ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ആ പുറത്ത് ബഹളം ഉണ്ടായിരുന്നു എന്നതിൻ്റെ കാരണമായി നമ്മളിവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എ പ്രൊസഷൻ വാസ് ഗോയിങ് പാസ്റ്റ് അവർ ഹൗസ്. ഞാൻ എത്തുമ്പോൾ പ്രിയ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ എത്തി, ഐ അറൈവ്ഡ്. പ്രിയ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അതെങ്ങനെയാ പറയുന്നത്? സബ്ജക്റ്റ് പ്രിയ ആണ്. ലോങ് സെന്റൻസസിനകത്ത് ഒരു സബ്ജക്റ്റ് അല്ല കാണുള്ളൂ കേട്ടോ. അതിനകത്ത് എത്ര ക്ലോസ് ഉണ്ടോ അത്രയും സബ്ജക്റ്റും അതിനകത്ത് കാണും. ഇപ്പൊ ഇവിടെ ഈ സെന്റൻസിനകത്ത് നമുക്ക് രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. ഞാനൊരു സബ്ജക്റ്റ് ആണ്. ഞാൻ എത്തി എന്ന സെന്റൻസിന്റെ ആ ക്ലോസിന്റെ സബ്ജക്റ്റ് ഐ ആണ്. പ്രിയ കാത്തു നിൽക്കുകയായിരുന്നു എന്ന ആ ക്ലോസിന്റെ സബ്ജക്റ്റ് പ്രിയ ആണ്. ഞാൻ എത്തി എന്ന് പറയുമ്പോൾ ഐ അറൈവ്ഡ്. പ്രിയ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എന്നെങ്ങനെയാ പറയുന്നത്? പ്രിയ സിംഗുലർ സബ്ജക്റ്റ് ആയത് കാരണം നമ്മൾ വാസ് എന്ന വെർബാണ് അതിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. പ്രിയ വാസ് വെയിറ്റിംഗ്, എനിക്ക് വേണ്ടി, ഫോർ മീ. എത്തുമ്പോൾ, വെൻ ഐ അറൈവ്ഡ്, ഞാൻ എത്തുമ്പോൾ പ്രിയ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. വെൻ ഐ അറൈവ്ഡ് പ്രിയ വാസ് വെയിറ്റിംഗ് ഫോർ മീ. ഇവിടെ നമ്മൾ വെൻ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിനെ ഒരു കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു എന്നുകൂടി ശ്രദ്ധിക്കുക. നമുക്കിത് ഇങ്ങനെയും പറയാം, പ്രിയ വാസ് വെയിറ്റിംഗ് ഫോർ മീ വെൻ ഐ അറൈവ്ഡ് എന്നും പറയാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാറില്ല. അവൾക്ക് അപ്രിയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് പ്രോപ്പറായ ഒരു മലയാളം വേർഡ് കിട്ടിയില്ല. അവൾ അനോയിഡ് ആയിരുന്നു എന്നർത്ഥം. അവൾക്ക് മുഷിവുണ്ടായിരുന്നു. ഞാൻ വൈകിയതിൽ അവൾക്ക് ഇത്തിരി ദേഷ്യം ഉണ്ടായിരുന്നു എന്നർത്ഥത്തിൽ. അവൾക്ക് അപ്രിയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മുഷിവുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഷീ വാസ് അനോയിഡ് എന്ന് പറയാം. ഷി വാസ്, അവൾ ബോറടിച്ചിരിക്കുമായിരുന്നു എന്നതിന് നമ്മൾ എന്ത് പറയും? ഷി വാസ് ബോർഡ് എന്ന് പറയും. അവൾ നിരാശയാണ് എന്നെങ്ങനെയാണ് പറയുന്നത്? ഷി വാസ് ഡിസപ്പോയിൻറ്റഡ് എന്ന് പറയും. അപ്പോൾ അവൾക്ക് അപ്രിയം ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്കിവിടെ ഷി വാസ് അനോയിഡ് എന്ന് പറയാം. കാരണം അവൾ ഏറെ നേരമായി കാത്തു നിൽക്കുമായിരുന്നു. കുറേ നേരമായി അവൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് പറയുന്നത്? കുറേ നേരമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയേണ്ടത്? ഷീ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. ഷി വാസ് അനോയിഡ് ബിക്കോസ്, കാരണം ഷീ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. ഷി വാസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല. പക്ഷെ ഇവിടെ ഫോർ എ ലോങ് ടൈം എന്ന് പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈം കൂടി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ ഉപയോഗിക്കുക. ഷി വാസ് അനോയിഡ് ബിക്കോസ് ഷീ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. അച്ഛന് കൊൽക്കത്തയിലേക്ക് ട്രാൻസ്ഫർ കിട്ടുമ്പോൾ ഞങ്ങൾ മുംബൈയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിരുന്നു. അച്ഛന് കൊൽക്കത്തയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി, അതൊരു ക്ലോസ് ആണ്. അതെങ്ങനെയാ പറയുന്നത്? അച്ഛൻ, ഡാഡ്, ഫാദർ എന്നും പറയാം. ഡാഡ് ട്രാൻസ്ഫർ കിട്ടി, ഗോട്ട് എ ട്രാൻസ്ഫർ കൊൽക്കത്തയിലേക്ക്.
ടു കൊൽക്കത്ത. ഡാഡ് ഗോട്ട് എ ട്രാൻസ്ഫർ ടു കൊൽക്കത്ത. അതാണ് ഒരു ക്ലോസ്. ഞങ്ങൾ മുംബൈയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിരുന്നു. അച്ഛന് ട്രാൻസ്ഫർ കിട്ടുന്നതിന് 10 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. അച്ഛന് ട്രാൻസ്ഫർ കിട്ടുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ പാസ്റ്റിൽ ഒരു പോയിന്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ വേറെ ഒരു പോയിന്റിൽ അവസാനിച്ച ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. പാസ്റ്റ് പെർഫെക്റ്റും ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മുംബൈയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിരുന്നു എന്ന് പറയാൻ വി ഹാഡ് ബീൻ ലിവിങ് ഇൻ മുംബൈ ഫോർ 10 ഇയേഴ്സ് എന്നാണ് പറയേണ്ടത്. വി ഹാഡ് ബീൻ ലിവിങ് ഇൻ മുംബൈ ഫോർ 10 ഇയേഴ്സ്. ഞങ്ങൾ 10 വർഷമായി മുംബൈയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? വി ഹാഡ് ബീൻ ലിവിങ് ഇൻ മുംബൈ ഫോർ 10 ഇയേഴ്സ് വെൻ ഡാഡ് ഗോട്ട് എ ട്രാൻസ്ഫർ ടു കൊൽക്കത്ത. അച്ഛന് കൊൽക്കത്തയിലേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ, അപ്പോൾ എന്ന മീനിങ്ങിന് വേണ്ടി നമ്മളിവിടെ വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചു. ഞങ്ങൾ 10 വർഷമായി കൊൽക്കത്തയിൽ താമസിക്കുകയായിരുന്നു. പാസ്റ്റിൽ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് പാസ്റ്റിൽ തന്നെ വേറൊരു പോയിന്റിൽ അവസാനിച്ച സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. പാസ്റ്റിൽ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ ഈ സംസാരിക്കുന്ന സമയം വരെയും കണ്ടിന്യൂ ചെയ്ത് ഇനി ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഇത് നമ്മളിവിടെ പറയുന്നത് അച്ഛന് ട്രാൻസ്ഫർ കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലുള്ള മറ്റ് വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഗ്രാമർ ലെസൺസോ വർക്ക്ഷീറ്റ്സോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗിൽ perfectyorenglish.com എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ധാരാളം ലഭിക്കും. അതൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.